ഒരിത്തിരി ഭക്ഷണം കഴിക്കാനില്ലാതെ, പലപ്പോഴും വെള്ളം കുടിക്കാനില്ലാതെ പൊറുതി മുട്ടുന്ന അവസരത്തിൽ ഭാഗിച്ചു കിട്ടുന്ന അല്പം വെള്ളമോ ഭക്ഷണമോ കഴിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ബോംബ് വന്ന് വീണുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന ആ പിഞ്ചു മക്കൾ, അതാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന വാസ്തവത്തിൽ നമ്മുടെ കഴിഞ്ഞകാല നേതാക്കളുടെ വിവേകമില്ലായ്മയാണ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവുകയില്ല. ഈ പ്രശ്നം എന്നാണ് വരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാൻ, ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളുടെ ഒരു ഭാഗമാണ് ഈ പലസ്തീൻ പ്രശ്നം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അവിടെ കുടിയിരുത്തിയ ഇസ്രായേല്യർ എന്ന് പറയുന്നവർ അവരെ എവിടെയാണ് കുടിയിരുത്തിയത്? മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന ആ വലിയ പ്രദേശത്ത്, വലിയ രാജ്യത്ത്, അതിൽ നിന്ന് അവരെ ആട്ടി ഓടിച്ച്. ആരാ ആട്ടി ഓടിച്ചതെന്ന് വെച്ചാൽ ഇസ്രായേല്യരല്ല. അത് ഒക്കെ വലിയ വലിയ രാഷ്ട്രങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് സംഗതികൾക്കൊക്കെ അറിയുന്നതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മൾ സാധാരണ ഒരു മരം വെട്ടണമെങ്കിൽ ആ മരം വെട്ടുന്ന ആ തായ് മാത്രം പോരാ, അതിൻ്റെ ഇരുമ്പ് മാത്രം പോരാ, തായും കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മളൊക്കെ സാധാരണ കേൾക്കുന്നതാണ്. ഒരിക്കൽ ഒരു മഴുവുമായിട്ട് ഇങ്ങനെ പോകുന്നു ഒരാൾ ഒരു കാട്ടിലൂടെ. ആ സ്ഥലത്ത് ചെറിയ ചെറിയ മരങ്ങൾ കരയുകയാണ്, നമ്മളൊക്കെ ശരിയാക്കും എന്നുള്ള നിലക്ക്. അപ്പോൾ വലിയ വൃക്ഷം പറഞ്ഞു, എന്താണ്? അപ്പോൾ പിന്നെ മഴുവറ്റാണ് പോകുന്നത്, നമ്മളൊക്കെ മുറിച്ച് മാറ്റാണ്. മഴുവറ്റക്കാണോ? അതിൻ്റെ കൂടെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അന്നങ്ങളൊന്നും പേടിക്കേണ്ട ആള്. അയാൾ ആ മഴയിട്ട് അങ്ങനെ പോയി. പിന്നെ ദിവസങ്ങൾക്ക് ശേഷം ആ ആ ഇരുമ്പുമേ മരത്തിൻ്റെ തായിട്ടാണ്ടാണ് പിന്നെ മൂപ്പര് ആ കാട്ടിലേക്ക് വരുന്നത്. ആ അവസരത്തിലും ഈ മഴ കണ്ടപ്പോൾ ചെറിയ ചെറിയ മരങ്ങൾക്ക് ഭയങ്കര പേടിയായി. ഇപ്പം നമ്മൾ ശരിയാക്കുമെന്നുള്ള നിലക്ക് പേടിയായി. അപ്പോൾ വലിയ മരം ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. നമ്മളെ ശരിയാക്കാനാണ് വരുന്നത്. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പിടിച്ചോളുന്നത്, ഇനി നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഇതാണ് വാസ്തവത്തിൽ പലസ്തീൻ പ്രശ്നത്തിൻ്റെ തുടക്കം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ഇന്നിപ്പോൾ സൗദി അറേബ്യ എന്നൊക്കെ പറയുന്ന ആ രാജ്യം സുന്നത്ത് ജമാഅത്തിൻ്റെ പൂർണ്ണമായ അധീനതയിലുള്ള സ്ഥലമായിരുന്നുവല്ലോ. അവിടെയുള്ള ഭരണാധികാരികളും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ ഉസ്മാനിയ ഖിലാഫത്ത്, മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുന്ന, പ്രശ്നപരിഹാരം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ഇത് മുസ്ലിംകളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു നേതൃത്വം നമുക്കുണ്ടായിരുന്നു. അതാണ് ഉസ്മാനിയ ഖിലാഫത്ത്. ഇവിടെ ഈ ബഹുരാഷ്ട്ര ശക്തികൾക്ക് ആവശ്യം ഒന്ന് ഉസ്മാനിയ ഖിലാഫത്തിനെ നശിപ്പിക്കുക, അതിനോടൊപ്പം തന്നെ ഇസ്രായേലികൾക്ക് ഒരു സ്ഥലം ഒരുക്കിക്കൊടുക്കുക. അതിനാദ്യം ഉസ്മാനിയ ഖിലാഫത്തിനെ നശിപ്പിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. പിന്നെന്ത് നടന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിൻ്റെ ഒരു ഭാഗം ഏറ്റെടുത്തത് പിന്നെ വഹാബി പ്രസ്ഥാനമാണ്. വഹാബി പ്രസ്ഥാനമാണ് ഏറ്റെടുത്തത്. ആ വഹാബി അവിടെ പണ്ഡിതന്മാരും അതുപോലെ ഇന്ന് സൗദി ഉണ്ടല്ലോ, അവരും തമ്മിൽ കരാറിലേർപ്പെട്ട് അതിനനുസരിച്ച് ഇവിടെ ബഹുരാഷ്ട്ര ശക്തികളുമായിട്ട് അവർ ബന്ധപ്പെട്ട് അങ്ങനെ അവരുടെ ഒത്താശയോട് കൂടിയാണ് ഈ സംഗതികൾ നടക്കുന്നത്. അവിടെ അവർക്ക് കിട്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ സൗദി എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിൻ്റെ അധികാരം അവർക്ക് ലഭിക്കും. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നത്. അതിന് ലക്ഷക്കണക്കിൽ പണ്ഡിതന്മാരടക്കമുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന
ആളുകളെ അരിഞ്ഞറുത്തതിൻ്റെ ശേഷമാണ് അവർക്ക് അവിടെ അധികാരം കിട്ടിയത്. അതിന് രഹസ്യ കരാറുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇസ്രായേലിയരെ കുടിയിരുത്തുന്നത്. അവിടെയുള്ള ആ രഹസ്യ കരാറിൻ്റെ ഒരു ഭാഗം ഇസ്രായേലിയർക്ക് എതിർക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. സൗദി ഭരണകൂടത്തിൻ്റെ അവർ ഇസ്രായേലിനെ എതിർക്കാൻ പാടില്ല എന്നായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അത് മുതൽക്ക് അവിടെ നടന്നല്ലോ. അന്ന് സൗദി ഭരണകൂടത്തിൻ്റെ നിലപാട് ഇസ്രായേലുമായിട്ട് എന്തായിരുന്നു എന്ന് നമ്മൾ ഇന്ന് വരെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഇന്നും തന്നെ നമ്മൾ വളരെ വേദനയോടുകൂടെ ഈ സംഗതികളൊക്കെ അപലപിക്കുന്ന, ഈ വംശ നശീകരണത്തെ അപലപിക്കുന്ന വൻകിട രാഷ്ട്രങ്ങൾ രംഗത്ത് വരുമ്പോൾ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് ചില രാഷ്ട്രങ്ങൾ ഇപ്പോഴും തന്നെ ഇസ്രായേലിയുമായിട്ട് കരാറിലെത്തുന്നു, സൗഹാർദ്ദം സ്ഥാപിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദനയോട് കൂടെ മാത്രമേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകി ഈ സമുദായത്തെ രക്ഷിക്കുമാറാവട്ടെ. ആ ഫലസ്തീനികൾ 10,000-കണക്കിൽ കുട്ടികളും സ്ത്രീകളുമടക്കമുള്ള ആ ഫലസ്തീനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള ആളുകൾക്കെങ്കിലും സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരവസ്ഥാവിശേഷം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് അവരൊക്കെ ശുഹദാക്കളാണ്. ആ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അല്ലാഹു അവരെ ഉൾപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. നമുക്ക് അവർക്കൊക്കെ അല്ലാഹു തആലാൻ്റെ മുമ്പിൽ വളരെ സമാധാനത്തോടുകൂടെ ഒത്തുകൂടാനുള്ള ആ ഖൽബുൻ സലീമുമായിട്ട് ചെന്നു ചേരാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.